ഇവിടുത്തെ ക്ലയൻസിനൊന്നും ഒരിക്കലും അവരുടെ ആ ആശങ്കകളുടെ ആവശ്യം ഒട്ടും തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നു. ബാംഗ്ലൂരാണെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ചെയർമാനാണ് നോക്കിയിരുന്നത്. അപ്പൊ ആ ഒരു പുള്ളിയുടെ വിയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പക്ഷെ അവിടെ അപ്പാർട്ട്മെന്റുകളെല്ലാം അദ്ദേഹം പ്രോജക്റ്റുകളെല്ലാം തീർത്തു. 2 ടവറിന്റെ പെയിന്റിങ് മാത്രമേ ബാക്കിയുള്ളൂ. അതൊരു 2 മാസത്തിനുള്ളിൽ തീർന്ന് അതെല്ലാം തീർന്നു. അപ്പോൾ അവിടെയുള്ള ക്ലയൻസിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല. പിന്നെ അദ്ദേഹം തിരിഞ്ഞു പോകുന്നത് 3 വർഷം മുമ്പ് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് പോകുന്നത്. എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നോട് MD നിങ്ങൾ ഇത് നിർത്തൂടെ, എന്നിട്ട് മാസ്റ്റർ ഡെവലപ്പർ ആവൂ, സ്ഥലം മേടിക്കൂ, ജോയിന്റ് ഡെവലപ്മെന്റ് വേണ്ടി കൊടുക്കുക, എസ്ക്രോ അക്കൗണ്ട് വഴി പൈസ എടുക്കുക, ഒരു തലവേദനയില്ല, ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ല. അങ്ങനെ അവിടെ 10 ഏക്കർ 20 ഏക്കർ 50 ഏക്കർ 100 ഏക്കർ വരെ വാങ്ങിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെയുള്ള ഈ ലാൻഡ് വാങ്ങിച്ചിട്ട് ഈ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഡെവലപ്പറാണ്, നമ്മളല്ല. അപ്പൊ അതുകൊണ്ട് അവിടെയും വളരെയധികം സുരക്ഷിതമാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെതായ ബെനിഫിറ്റുകൾ കിട്ടും എന്ന് ഞാൻ പറയുന്നു. ഒരാൾക്കും ഇതിനെക്കുറിച്ച് ആവലാതി വേണ്ട എന്ന് ഞാൻ പറയുന്നു. പിന്നത്തെ പോയിന്റ്, ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. കുറച്ച് പോയിന്റ്സൊക്കെ എഴുതിയാ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കമ്പനി ഇവിടെ കേരളത്തിൽ 12 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞത്. അതിലിപ്പോ 8 എണ്ണം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 12-ാം തീയതി കമ്പനിയുടെ 20ാമത്തെ ആനിവേഴ്സറിയാണ്. ആ ദിവസം ഞാൻ 2 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ 2 ദിവസം കഴിഞ്ഞ് 12-ാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് ഉള്ളതുകൊണ്ട് അത് ഞാൻ 14-ാം തീയതിക്ക് മാറ്റി. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പല ബിൽഡേഴ്സും വടികോൾ ദാറ്റ് നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറഞ്ഞ മണി നിരോധിച്ചില്ലേ, ഡിമോണിറ്റേഷൻ ഉണ്ടായപ്പോൾ പലരും സ്ലോ ചെയ്തു. അതേപോലെ തന്നെ കൊറോണ വന്നപ്പോൾ കുറെ ആൾക്കാരെല്ലാം സ്ലോ ചെയ്തു. ഞാനിത് പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, പക്ഷെ നമ്മൾക്ക് അതൊന്നും നമ്മുടെ ത്രോട്ടിൽ ഫുള്ള് പോയിക്കൊണ്ടിരുന്നതാണ് ആ സമയങ്ങളിൽ. ഒരു വിധത്തിലും ഒരു കാരണവശാലും നമ്മൾ സ്ലോ ചെയ്തില്ല. ഇനി വേറൊരു നഗ്നസത്യം ഞാൻ പറയാം. കോവിഡിനെ ഇന്ത്യ മുഴുവൻ ഷട്ട് ഡൌൺ ചെയ്തിരിക്കുമ്പോൾ ലോകവും തന്നെ ഷട്ട് ഡൌൺ ആയിരുന്നു. ആ ഒരു മാസം കോൺഫിഡൻസ് ഗ്രൂപ്പ് 16 കോടി രൂപയുടെ സെയിൽസ് എടുത്തു എന്നുള്ള സത്യം. 16 കോടി രൂപയുടെ. കൊറോണ സമയം കഴിഞ്ഞു. മന്ത്ലി സാലറി എല്ലാവർക്കും അതേ ഡേറ്റിൽ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ കൊറോണയുടെ ഇത്തരം രീതിയിൽ ഫിനാൻസ് എല്ലാ ബിസിനസ് മേഖലയിലും തകർത്തപ്പോഴും നമ്മളിവിടെ ബോണസ് വരെ കൊടുത്തു. അപ്പോ ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ക്ലയൻറ്റ്സ്, ടുവേർഡ്സ് സ്റ്റാഫ്, ടുവേർഡ്സ് എവരിബഡി. ചെയർമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ ഒരു റിയാലിറ്റി ഷോകളൊക്കെ കൊണ്ടുവന്നു. അതിനെല്ലാം എങ്ങനെ നാടിന് അനുഗ്രഹമായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസ് അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പൈസ മുടക്കി. ഓഫ് കോഴ്സ് ബ്രാൻഡിങ്ങിനുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും അങ്ങനെ പൈസ മുടക്കാൻ താല്പര്യവും അതിനുള്ള മനസ്സുമുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് നമ്മൾ ഓൾച്ചേഴ്സിനെ പോലെ തിന്നണത് ഇവിടെയുള്ള ആൾക്കാർ. ഇവിടെയുള്ള പല യൂട്യൂബേഴ്സും അതുപോലുള്ള മാധ്യമക്കാരുമില്ല. നിങ്ങളല്ല കേട്ടോ, സോറി. 100 യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ 3-4 പേരേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കംപ്ലൈന്റും ഇല്ല. മുഖ്യധാര മീഡിയ എല്ലാം ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു. പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു വെരി മച്ച്.
പിന്നെ ഇതിനകത്ത് വേറെ എന്താ പറയുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും. അത് നിങ്ങൾ നല്ല രീതിയിൽ എടുത്ത് ചെയ്യുക. കാരണം ഞങ്ങളുടെ ക്ലയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ മീഡിയകൾ വഴിയേ എത്താൻ പറ്റുള്ളൂ. ഇന്നലെ ഞാനൊരു യൂട്യൂബ് കണ്ടു. അതിലും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നി. ചെയർമാൻ ബാംഗ്ലൂർ ഒരു വീട് വെക്കുന്നുണ്ട്, 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ പാലസാണ് ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് പാലസ്. അപ്പൊ അദ്ദേഹം വയ്ക്കുന്ന വീട് എനിക്കറിയാവുന്നതാണ്. 25-30 വർഷം മുമ്പ് വാങ്ങിച്ച, 35-40 വർഷം പഴക്കമുള്ള അന്നത്തെ അല്ല, ഒരു 10 വർഷം 15 വർഷം പഴക്കമുള്ളത്. ഇപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച് 25 വർഷത്തോളം കഴിഞ്ഞു. അപ്പൊ അത് ഡിമോളിഷ് ചെയ്തിട്ട് അദ്ദേഹം അവിടെ പണിയുന്നു. 12 സെന്റിന്റെ അത് കോർമംഗലിലാണ് ആ വീട്. ഈ 12 സെന്റിൽ എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് പണിയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇതെല്ലാമാണ് ഇവിടുത്തെ നമ്മളുടെ പല പല നെഗറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന യൂട്യൂബേഴ്സും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാം, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പത്രസമ്മേളനം വിളിച്ചപ്പോഴും മുഖ്യധാരയിലുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമ്മളതൊരു കൾച്ചറായിട്ട് എടുക്കുക. ഇതുപോലുള്ള നോൺസെൻസുകളൊക്കെ എല്ലാം നമ്മൾ പുറത്താക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ യൂട്യൂബേഴ്സിനെ കയറ്റാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെ ആ ഒരു കൾച്ചർ എടുത്ത് ഇനിയുള്ള പ്രസ് മീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ അതായത് പത്രധർമ്മ പക്ഷേ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒഴിവാക്കി നിങ്ങൾ മുഖ്യധാര TV, ന്യൂസ്, പ്രിന്റ് മീഡിയ അവരെല്ലാം വിളിച്ചിട്ടുള്ള പ്രസ് മീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. പിന്നെ ചെയർമാന്റെ മരണത്തെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റെസ്ട്രിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, 3 പ്രാവശ്യം എന്നെ വിളിച്ചു കഴിഞ്ഞു. അവരുടെ ആളിവിടെ ഉണ്ടാകാൻ ചാൻസും ഉണ്ടെന്ന് തോന്നുന്നു. അവരെവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതാണ് അവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.